നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുത്തിലെ കണ്ണാടൻ മാഷാണ്. ഇന്ന് തരാൻ പോകുന്ന വീഡിയോ 250ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എന്ന് വെട്ടുകത്തിയിൽ ഇതേവരെ ചെയ്യാത്തൊരു മർമ്മമാണ്. കടിതരുണങ്ങളോട് ചേർന്ന് കാണുന്നതാണ് കച്ചകെട്ട് മർമ്മം. കച്ചകെട്ട് മർമ്മം എന്ന് വെച്ചാൽ പിന്നിൽ ഇവിടെ നോക്കി ഇത് ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത്. കണ്ടോ? കച്ചകെട്ട് മർമ്മം. പിന്നിൽ നട്ടലിനോട് ചേർന്ന് ഇരുപുറത്തും കാണുന്ന ചെറു കുഴിയാണ് കടിതരണങ്ങൾ. കടിതരണങ്ങളോട് ചേർന്ന് കാണുന്ന ഈ മർമ്മങ്ങൾ ചേർന്നാണ് കച്ചകെട്ട് മർമ്മസ്ഥാനം. ഇവിടെ ക്ഷതമേറ്റാൽ ശരീരം തളർന്ന് അവശനായിത്തീരും, പനിക്കും. ക്ഷതം കഠിനമായാൽ മരണം വരെ സംഭവിക്കും. ഇതിന് കച്ചകെട്ട് മർമ്മം എന്നാണ് പറയുന്നത്. കച്ചകെട്ട് മർമ്മത്തിന് ആക്രമിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് രാജമുദ്രയിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ചെയ്യാണ്. ഒന്ന് റെഡ് ജൂനിയർ വരെ എത്തി, ഒന്ന് റെഡ് ബെൽറ്റാണ്. ഇദ്ദേഹം വളരെ കാലം ആയിട്ട് നമ്മുടെ അക്കാഡമിയിലുള്ള ആളാണ്. സീനിയർ മാഷാന്ന് വേണം പറയാൻ. അദ്ദേഹമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കച്ചകെട്ട് മർമ്മത്തിൽ രാജമുദ്രയിൽ അറ്റാക്ക് ചെയ്യും. ശ്രദ്ധയെടുക്കുകയാണ്. ഈസിയാണ്. പക്ഷേ നമ്മൾ ചെയ്യാൻ ഒന്നും പരിശീലിച്ചാൽ നമുക്ക് ഏതവന് വേണേലും ഏത് ആയുധത്തിൽ വേണേലും നമുക്ക് ഈസിയായിട്ട് ഒഴിവായി ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, കീഴടക്കാൻ പറ്റും. ഇയാൾ ടച്ച് ചെയ്താൽ ആവശ്യത്തെ കാല് തരിച്ചു പോകും. അത് കച്ചകെട്ട് മർമ്മം എന്ന് പറയുന്നത് കടിതരണങ്ങളുടെ ചേർന്നിട്ടുള്ള മർമ്മ സാധനമാണ്. അതാണ് ഒന്ന് നോക്കിയോളൂ. കച്ചകെട്ട് കണ്ടോ? കടിതരണങ്ങൾ കറുത്ത കറുപ്പില്ലുള്ളൂ. കാരണം ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്ന കടിതരണം. അതിൻ്റെ തൊട്ട് ചേർന്നാണ് കച്ചകെട്ട് മർമ്മം. ഇത് രണ്ടും ഏതാണ്ട് നമ്മുടെ ചെസ്റ്റിലെ സ്തനരോഹിതവും ശംഖുപുഷ്പവും ഉള്ള പോലെ തന്നെ അര വിരലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത്ര ചേർന്നാണ്. ഈ രണ്ട് മർമ്മങ്ങളും ശരിക്കും ഇടിക്കുകയാണെങ്കിൽ ഒരേപോലെ ക്ഷതം വരും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടുപേരും നിന്ന് റെഡി. ആയുധങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ സ്പീഡിൽ ചെയ്യുക. നമ്മളെ കണ്ട് പഠിക്കുകയാണ് മറ്റുള്ളവർ പഠിപ്പിക്കുക. നമ്മൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ കണ്ട് പഠിക്കുകയാണ്. ഇങ്ങനെ ഒരു കൊടുവാളിന് വെട്ടിയാൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെട്ടിട്ട് പോരാൻ പറ്റുക എന്നുള്ള അവരെ കാണിക്കുകയാണ്. അതിനു വേണ്ടിയാണ് നമുക്ക് ചെയ്യുന്നത്. അടുത്ത് ഇപ്പം ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരു ടച്ചിങ് മതി. ഒറ്റ ടച്ചിങ് കൊണ്ട് ഈ ആളുടെ സർവ്വശക്തിയും നശിച്ച് ആൾ താഴെ വീഴും, തളർന്നു പോകും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ വിദ്യ കാണാൻ നിങ്ങൾക്ക് ഇത് പരിശീലിക്കാൻ കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.